ആദ്യം ആദ്യം വരിക ഇത് തുടങ്ങി വെച്ചത് മറ്റൊരു സ്റ്റോറി പറയാം. ഒഫീഷ്യൽ ടി വി സ്റ്റോറീസ് തുടങ്ങിയിട്ടാണ് പിന്നെ വന്ന് സ്പാമിങ് ആയത്. ഞാൻ പറയാം guys. അതായത് ഈ പറയുന്നത് പോലെ ഇപ്പോൾ നമ്മുടെ KVA കളിച്ചുകൊണ്ടിരിക്കുന്ന T47 ഉള്ള എല്ലാ പ്ലേയേഴ്സും അതിൽ എനിക്കൊന്ന് ഒസാക്ക ഒഴികെ ബാക്കി എല്ലാവരും ഇറങ്ങുകയാണ്. അത് ഇത്രേ ഉള്ളൂ. അതിൽ നിങ്ങളാരും വിഷമിക്കണ്ടെന്ന് ഞാൻ പറയത്തില്ല. വിഷമം ഉണ്ടെന്ന് അറിയാം. പക്ഷെ എങ്കിലും അതിലാരോടും അവരോടൊരു ഹെയ്റ്റോ ഒന്നും തോന്നേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കളിക്കാനാണ് ആഗ്രഹം. ഈ പറയുന്നത് പോലെ എന്താണ് പറയാ, അവരെല്ലാരും പണ്ട് തൊട്ടേ T40 ഒരുമിച്ച് കളിച്ച് വന്ന പ്ലേയേഴ്സ് ആണ് എല്ലാവരും. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കളിച്ചാൽ കൊള്ളാന്നൊരു ആഗ്രഹമുണ്ട്. അവരുടെ പഴയ എനിക്ക് തോന്നുന്നു അവരുടെ ലീഡറും കോ ലീഡേഴ്സും അങ്ങനെയുള്ള പഴയ പ്ലേയേഴ്സ് എല്ലാവരും തിരിച്ചു വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം അവരെല്ലാരും ഒരുമിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോഴത്തേക്ക് അതിന്റെ പേരിൽ ആർക്കും അവരോടൊരു ദേഷ്യം ഇതൊന്നും തോന്നണ്ട. ഇപ്പം നമ്മളാണെങ്കിലും ഇപ്പൊ ഒരു എന്തെങ്കിലും ഇപ്പോഴല്ല എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഇപ്പം ഗ്യാങ് നമുക്ക് നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ പോലും നമ്മളും ആഗ്രഹിക്കുന്ന അങ്ങനെ ആയിരിക്കും. ഈ പറയുന്ന പോലെ എവിടാണോ ഒരുമിച്ച് കളിക്കാൻ പറ്റുന്ന അവിടെ ഒരുമിച്ച് കളിക്കാനായിരിക്കും നമ്മളും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു അവസരം അവർക്ക് കിട്ടിയപ്പോൾ അവരെല്ലാരും ഒരുമിച്ച് കളിക്കാൻ തീരുമാനിച്ചു. അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. നമുക്കാണെങ്കിലും അങ്ങനെ തോന്നത്തുള്ളൂ. അതില് അവരോട് നമുക്ക് ആർക്കും ഇവിടെയുള്ള ആർക്കും അവരോട് ഒരു ദേഷ്യവും ഇല്ല. അവരിവിടെ ഉണ്ടായിരുന്ന അത്രയും കാലം ഇവരെല്ലാരും അവരെ എന്താ പറയാ നല്ല നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരെയും സ്നേഹിച്ചതും കണ്ടതും എല്ലാം. അപ്പൊ അവര് പോകുന്നതിന്റെ ഒരു വിഷമം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. ഇല്ലെന്നൊന്നും പറയത്തില്ല. എല്ലാവർക്കും നല്ലൊരു വിഷമമുണ്ട്. എങ്കിലും അവര് ഇപ്പൊ പറയാം, ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ എവിടാണെങ്കിലും അവര് ഹാപ്പി ആയിട്ട് കളിക്കുന്നതല്ലേ നല്ലത്. ഇപ്പൊ അവർക്ക് ഇവിടെ ആ ഒരു ഇത് കിട്ടിയില്ലെങ്കിൽ അവരെ നമ്മൾ വെറുതെ നിർബന്ധിച്ച് നിർത്തി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സന്തോഷം നഷ്ടപ്പെടും. സന്തോഷം നഷ്ടപ്പെട്ട ആരായാലും പിന്നെ ഈ ഗെയിം നിർത്തുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എവിടാണോ ഹാപ്പിനെസ് കിട്ടുന്നത് അവരവിടെ കളിക്കട്ടെ. അപ്പം അവരോട് പറയാനുള്ളത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞായിരുന്നു, എങ്കിലും ഒന്നുകൂടെ പറയാം. അവരിവിടെ ഉണ്ടായിരുന്ന അത്രയും കാലം അവരുടെ 100% തന്ന ഈ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് അവര് ഫുള്ള് എന്താ പറയാ കമ്മിറ്റഡ് ആയിട്ടാണ് നിന്ന് കളിച്ചിട്ടുള്ളത്. സോ അതിന് അവരോട് ഫസ്റ്റ് എല്ലാവരോടും ഇവരുടെ KVAക്ക് വേണ്ടിയിട്ട് ഞാൻ താങ്ക്സ് പറയുന്നു. അതേപോലെ തന്നെ എന്താ പറയാ അവരുടെ ഫ്യൂച്ചർ എൻഡവേഴ്സിന് വേണ്ടിയിട്ട് ഓൾ ദ ബെസ്റ്റ്. അപ്പം എല്ലാം നല്ല രീതിയിൽ പോട്ടെ. അത്രയാണ് മെയിൻലി പറയാനുള്ളത്. അത്രയൊക്കെ ഉള്ളൂ അല്ലേ മല്ലു? യെസ്, ഇതില് മറ്റേ ഒസാക്ക ഞാൻ വന്ന് പറയുന്നത് എന്താ തെറ്റിദ്ധരിക്കണ്ട. ഇവരെന്നോട് പറയാൻ പറഞ്ഞതിന്റെ പേരും ഞാൻ വന്ന് പറയുന്നതേ ഉള്ളൂ. അതിന്റെ പേര് ഇനി അടുത്ത തെറിവെന്ന് പറയല്ലേ എവിടെയായിരുന്നു സംസാരിക്കുന്നതെന്ന് പറഞ്ഞു വരല്ലേ. ആര് പറയാനങ്ങനെ? അല്ല, അത് അങ്ങനെ പറയേണ്ട കാര്യമല്ലോ. അത് പറയാനുള്ള റൈറ്റ് അപ്പൊ അവനുണ്ടല്ലോ. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ പറയാൻ പറഞ്ഞത്. വെറുതെ ഇനി അവര് പേരും പറഞ്ഞൊന്നും ആരും പറയാൻ നിൽക്കേണ്ട. അത് എല്ലാരും ഇറങ്ങി. T47 വന്ന എല്ലാ പ്ലേയേഴ്സും ഇറങ്ങി. ഒസാക്ക ഒഴിച്ച്. ഒസാക്ക ഇവിടെ ഉണ്ടാവും, പക്ഷെ കുറച്ചൊന്ന് ഇനാക്റ്റീവ് ആയിരിക്കും. അവന് അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാന്ന് പറഞ്ഞു. അവന് എക്സാം കാര്യങ്ങളുണ്ട്. ഒസാക്ക ഒഴിച്ച് ബാക്കി T47 വന്ന എല്ലാ പ്ലേയേഴ്സും ഇറങ്ങി. ഫെക്സർ ഇറങ്ങി. ഇത് എല്ലാവരും കേസ് എല്ലാവരും ഇറങ്ങി. എല്ലാവരും ഒരുമിച്ച് ഇറങ്ങും. ഒരാൾ ഇറങ്ങി പറയുമ്പോൾ പിന്നെ അവരെല്ലാവരും ഒരാളായിട്ട് നിൽക്കില്ല. അവർക്ക് അറിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അവരങ്ങനെ ഇറങ്ങി. സോ അവരെല്ലാരും എടാ ഫെക്സറിന്റെ കേസ് അറിയോ? അവര് ഒരുമിച്ചാണോ അറിയത്തില്ല. അവന് ഇറങ്ങുക ഇനി അവർ തീരുമാനിച്ചിട്ട് ഫെക്സർ എന്തെങ്കിലും ഇതാക്കുമായിരിക്കും. ഫെക്സർ എനിക്ക് മെസ്സേജ് ആയിരുന്നു ഈ കാര്യം പറഞ്ഞിട്ട്. പക്ഷെ അവൻ വേറെ കാര്യമാണ് പറഞ്ഞുള്ളത്. അവന് വെറുതെ ഇതാക്കണ അവന് ഒന്ന് റിമോട്ട് കൊടുത്തേക്ക്. അവരുടെ എല്ലാരും ഇട്ട് കൊടുത്തേക്ക്. ഇതൊരു എന്തെങ്കിലും ഒരു നമ്മുടെ സൈഡിൽ ഒരു ഡിലേ വേണ്ട. എവിടെയാണല്ലോ അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. പിന്നെ അതേപോലെ മൊയിലു ഒരു അപ്ഡേറ്റ് പറയാൻ പറഞ്ഞായിരുന്നു. ഈ പറയുന്നത് പോലെ ഇവിടെ അവൻ കളിച്ചിരുന്ന സമയത്ത് അവൻ 100% കൊടുത്താണ് ഈ ഗ്യാങ്ങിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അവന് തന്നെ കൊടുക്കണമെന്നാണ് ഇവിടെയുള്ള എല്ലാവരുടെ ആഗ്രഹം. അപ്പം അവന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തോ അല്ല അതങ്ങനെ തന്നെ കേട്ടെ. കാരണം അന്ന് നമ്മളത് അവന് കൊടുക്കാൻ തന്നെ. അതെ, അപ്പം അവന് തന്നെ കൊടുക്കാനാണ് നമുക്ക് ആഗ്രഹം. കാരണം
ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാരും അവനെ ഒരു അനിയനെ പോലെ കണ്ടാണ് സ്നേഹിച്ചിരുന്നത്. ഉം. അപ്പൊ നമുക്കാർക്കും എന്താ പറയാ, അവര് പോകുന്നതിന് വിഷമമുണ്ട്, ദേഷ്യമൊന്നുമില്ല ആരോടും. അപ്പം ആ ഒരു ഫണ്ട് മൊയ്ല് പറഞ്ഞു അത് അവന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആ കേസ് അവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഹോക്കി അവന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഹോക്കി എന്താ വെച്ചാൽ റിപ്ലൈ എന്താ വെച്ചാൽ പറയൂ കേട്ടോ. ഓക്കെ ഓക്കെ, അവന് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ. ഉം. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും, ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉം. Yes. അടുത്ത റിക്രൂട്ട്മെന്റ് എപ്പോഴാണ് ചോദിക്കുന്നത്. കഷ്ടങ്ങളാണിത്. ഇതെന്താടാ തുണി മാറുന്ന പോലെ അത് റിക്രൂട്ട്മെന്റ് എടുക്കും. ഇനിയിപ്പം ഇപ്പൊ റിക്രൂട്ട്മെന്റേ ഇല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം കൈസ്. ഇപ്പം നമ്മള് ഇപ്പം ഇവരുടെ സൈഡ് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇപ്പൊ ഇവിടെ ഉള്ള കെവിയുടെ ആൾക്കാരുടെ സൈഡ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഏത് ഗ്യാങ്, കെവി എന്നല്ല, ഏത് ഗ്യാങ് ആണെങ്കിലും ആ ഗ്യാങ്ങിലോട്ട് എടുക്കുന്ന മെമ്പേഴ്സ് അവിടെ കയറി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരെ എന്താ പറയാ, നമ്മുടെ അനിയന്മാരായി കണ്ട് സ്നേഹിച്ചു തുടങ്ങും. മനസ്സിലായോ? അപ്പൊ പെട്ടെന്ന് കുറച്ച് പേര് പോകുമ്പം നമുക്ക് എല്ലാവർക്കും അതിൻ്റെതായ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് മാറട്ടെ, ഒന്ന് ഓക്കെ ആയിട്ട് നമുക്ക് നോക്കാം പിന്നീട് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ എന്നാണ് കാസ്ട്രോ പറയാൻ പറഞ്ഞത്. പിന്നെ ഇനി മൊയ്ല് തന്നെ പറയുന്നതാണ് നല്ലത്. ചാടി പിടിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനിയിപ്പോ ഇത് പോയോണ്ട് ഇനി ഒറ്റയടിക്ക് 2 ദിവസത്തിനുള്ളിൽ എടുക്കേണ്ട ആവശ്യമില്ല. പതുക്കെ എടുത്താൽ മതി. പിന്നെ നമ്മുടെ പ്ലേസ് തന്നെ ഉണ്ട് കയറാനായിട്ട്, എല്ലാവരും വരാണ്ട്. എന്താ ഇപ്പൊ ഉടനെ ഒന്നും കാണത്തില്ല, ഇച്ചിരി നല്ല അത്യാവശ്യം സമയം എടുത്ത് നോക്കാം. അതൊക്കെ പിന്നെ സംസാരിക്കുന്നത്. Yes. ഇപ്പൊ തന്നെ ചാറ്റിങ്ങിന് ചോദിക്കുമായിരുന്നു. ഈ ഒരു കാര്യം എല്ലാവരോടും പറയണമെന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ നമ്മളല്ല കാസ്ട്രോ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാന്ന് കരുതി, വെറുതെ ഇനി അത് വെച്ച് ഡിലേ ആക്കണ്ട എന്ന് കരുതി. അപ്പൊ അത്രയേ ഉള്ളൂ, അതിൽ കൂടുതൽ ഒന്നുമില്ല. അയ്യോ അയ്യോ, ചിലര് കർമ്മ എന്നൊക്കെ വന്ന് പറയുന്നുണ്ട്. മോനെ നീ കേട്ടിട്ടുണ്ടോ? കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് ഒരു ബൂമറാങ് ആണ്. അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി തിരിച്ചു വരും എന്ന് മാത്രം. റെക്കോർഡ് ചെയ്ത് വെച്ചോ. പണ്ട് നമുക്കൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, അല്ല പോലോ കർമ്മയുടെ പറയുന്നു. ഇതിനെല്ലാം ഒരു കാലചക്രം ഉണ്ട്, തിരിച്ചു വരും, അപ്പൊ മനസ്സിലാവും. ശരിവേ നമ്മള് പറഞ്ഞു ശരിയാ. ലൈവ് കണ്ടിന്യൂ ആക്കി. അതായത് കണ്ടില്ലേടാ, ബാക്കിയുള്ളവരും മേലോട്ട് വന്നേ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോ ചിൽ നോ വറീസ്. ഞാൻ ചിരിച്ച് അപ്പൊ ഞാൻ മറ്റേ അപ്പാവൻ പറയുന്നത് ആര് പറഞ്ഞു കാസ്ട്രോ ചിരി പിടിച്ചിരിക്കുന്നു. എടാ പിന്നെ ഇനി സങ്കടപ്പെട്ട എന്താ കാര്യമുള്ളൂ, നമുക്കറിയാം, നമുക്കത് യൂസ് ടു ആയി. നമ്മള് ഈ ഒരു സ്റ്റേജൊക്കെ കടന്നു കെവിയെ. അതായത് നമുക്കറിയാം ഇപ്പോ പണ്ടത്തെ ഒരു ടൈം പീരീഡ് അല്ല. പണ്ട് നമ്മളൊരു ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് വലിച്ചു ഒരു ഗ്യാങ്ങിൽ ഒരാൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഫോർ എവർ ആ ഒരു ഗ്യാങ് ആയിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ഡ്രസ്സ് മാറുന്ന പോലെയാണ് ആൾക്കാർ ഗ്യാങ് പറഞ്ഞത്. അപ്പോൾ അത് യൂസ് ടു ആയി. അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. അതായത് നമുക്കിതൊക്കെ ഓൾറെഡി ഇതായി. നമ്മള് ഇതേപോലെ പണ്ട് ഇപ്പോൾ മാലിക്ക് പോയ സമയത്ത്, അതിനുശേഷം പിന്നെ ക്വാർട്ടർ പോയ സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ഷോക്കായിരുന്നു. അല്ലെങ്കിൽ ഇവര് പോയ സമയത്ത്, അല്ലെങ്കിൽ പണ്ട് പപ്പടം അങ്ങനെയുള്ളത്. ഇപ്പോൾ അതൊക്കെ ലൈക്ക് അത്രേ ഉള്ളൂ. അതൊരു ഗ്യാങ് മാറുന്നു, ജസ്റ്റ് ഒരു കോമ്പറ്റീറ്റീവ് സൈഡായി ഇപ്പോൾ RP എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പ്ലേയേഴ്സ് ചേഞ്ച് ആവുന്ന പോലെ അവർ അടുത്ത ഗ്യാങ് നോക്കി പോകുന്നു, നോക്കി കയറുന്നു, അത്രേ ഉള്ളൂ. സോ അത് നമ്മുടെ ഒരു പാർട്ടായി. അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് പുതുമ അല്ലെങ്കിൽ ഇപ്പം ഇത്രയും ഇപ്പോൾ കയറിയ T47 കയറിയ എല്ലാ പ്ലേയേഴ്സും ഒരുമിച്ചാണ് ഇറങ്ങുന്നുള്ളത്. അതിലാകെ ഒസാക്ക മാത്രമാണ് അവന് ഇറങ്ങുന്നില്ല. ലൈക്ക് പക്ഷെ അവന് കുറച്ച് എക്സാമുകളിലൊക്കെ ആയിട്ട് ചെറിയ ഇതിലായിരിക്കും, അല്ലെങ്കിൽ അത്രയും ആക്റ്റീവ് ആയിരിക്കില്ല, ഇടയ്ക്ക് കയറും രീതിയിലെ പറഞ്ഞല്ലേ. ബാക്കി എല്ലാവരും ഇറങ്ങി. ബാക്കി ഇറങ്ങി എല്ലാവരും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരാൾ ഇറങ്ങുക പറയുമ്പോൾ, രണ്ടുപേരും ഇറങ്ങുക പറയുമ്പോൾ ബാക്കിയുള്ളവർ അവരെല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഫ്രണ്ട്സ് പോലെ ഒരു ഗ്യാങ് പോലെയാണ്. അപ്പോൾ ആ ഗ്യാങ്ങിൽ 1-2 പേര് ഇറങ്ങുമ്പോൾ ബാക്കിയുള്ളവർക്കും ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് അവരോട് ഒരുമിച്ച് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് അവരെത്തും. അല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങിയതായിരിക്കും ബാക്കിയുള്ളവർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവരെ കുറ്റം പറയുന്നൊന്നുമില്ല. കാരണം അത് അവരെ ഇഷ്ടമാണ് ഏത് ഗ്യാങ്ങിൽ കളിക്കണം എന്നുള്ളത്. പിന്നെ വൺസ് ഇതേപോലെ ഒരു ഡബിൾ മൈൻഡ്, അതായത് ഇറങ്ങണോ പോണ്ടേ എന്നുള്ളൊരു ഡബിൾ മൈൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നതിലും കാര്യമില്ല. ഞാൻ അടുത്തിപ്പോൾ ഫെക്സർ മെസ്സേജ് ഇപ്പോഴും അതാ പറഞ്ഞു, അങ്ങനെ ഇറങ്ങാൻ അവന് ഇതാ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സീനില്ല, ഇറങ്ങിക്കോ. കാരണം നമ്മളെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ഒരാളെ നിർത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ
അപ്പോൾ അതാണ് സംഭവം ഗൈസ്. ചില അത് എന്തായാലും കേട്ടോ അവരുടെ ഇഷ്ടമാണ് കേസ്. അവരെ ഓരോ ഗ്യാങ് ഏത് ഗ്യാങ് കയറുന്നുള്ള ആൾക്കാരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇപ്പോൾ ഇവർ പോയാലും നമ്മൾ ബാക്കി പ്ലേസ് എടുക്കാം. ഞാൻ ഇതേപോലെ അതായത് ഇനി ചാടി പിടിച്ചൊരു റിക്രൂട്ട്മെന്റ് ആവശ്യമില്ല. കാരണം നോക്കി കണ്ടും അത്രയും കമ്മിറ്റഡ് ആയി നിൽക്കാൻ പറ്റുന്നവർക്ക് മാത്രം നിൽക്കുന്ന രീതിയിൽ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ആൾക്കാർ കയറാറുണ്ട് കേസ്. ഇപ്പം ഇനിയിപ്പോൾ ക്യൂബൻ ഉണ്ട്, ഡ്രാഗൺ, മൊയിൽജോഡ്, അങ്ങനെ എന്തോരം ആൾക്കാർ ഓൾറെഡി റെഡി ആയി നിൽക്കുന്നുണ്ട്. സോ വേറെ സ്ലോട്ടിന്റെ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ഇതൊന്നും ആകെ കുറച്ച് പേര് മാത്രം, 2-3 കുറച്ച് പേര് മാത്രമാണ് പിന്നെ എക്സ്ട്രാ എടുക്കേണ്ടി വരുള്ളൂ. വെർമിൻ, മാമച്ചൻ ഇവരൊക്കെ ഉണ്ട്. സോ പ്ലേയേഴ്സ് എല്ലാം ഉണ്ട്. സോ നമ്മൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് അവർ കയറാൻ താല്പര്യമുണ്ട് പറഞ്ഞപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരുമിച്ച് എടുത്തത്. അവരായിട്ട് തന്നെ അത് ഒരുമിച്ച് ഇറങ്ങത്തും. സോ അവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ബ്ലഡാണ് ഓക്കെ. അതിൽ നമുക്കിനി വേറെ കമന്റ്സ് ഒന്നും പറയാല്ല കേസ്. നമുക്കത് കുറ്റം പറയാനൊന്നുമില്ല. അപ്പോൾ ബാക്കി ഇതിൽ പോലെ നമ്മൾ ഇതാക്കിയില്ല. അവർ പ്രോപ്പറായിട്ട് കാര്യം പറഞ്ഞു. അവർക്കത് എന്നുള്ള രീതിയിൽ പ്രോപ്പറായിട്ട് കാര്യം പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതിൽ വേറെ കുറ്റമൊന്നും നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അത് അവരുടെ ഇഷ്ടമാണ്. കക്കാശി പോയല്ലേ? കക്കാശി എവിടെ പോന്? കക്കാശി പോയി ചോദിച്ചായിരുന്നു. പിന്നെ തലപതി പോയി ചോദിച്ചായിരുന്നു. അവരൊന്നും പോയിട്ടൊന്നുമില്ലടാ. അവരൊക്കെ ടിവിയുടെ ഇതാണ്. അവരൊന്നും ഇറങ്ങില്ല. ടി വിന്ന് ആരെ ഇറങ്ങി? ടി വിന്ന് അസെൻസിയും അവരുടെ കൂടെ ഇറങ്ങുക എന്നുള്ള രീതിയിൽ അസെൻസിയോ ഇറങ്ങി. കക്കാശി എങ്ങനെ പോകാനാണ്? അതാണ് അതൊക്കെ എന്താണത്? കക്കാശിയുടെ പേരൊക്കെ അല്ല, കക്കാശിയുടെ പേരൊക്കെ എങ്ങനെ വന്നു ഇതിന്റെ ഇടയിൽ കൂടെ? നീല് പോകുന്നുണ്ടാവില്ലടാ. നീല് എൻ്റെ അടുത്ത് വെച്ചിട്ട് നീല് പോകുന്നുണ്ടാവില്ല. ഞാൻ അസെൻസിയുടെ ഇവന്റെ കേസ് അറിഞ്ഞായിരുന്നു. അസെൻസിയുടെ ഓൾറെഡി പിന്നെ ഇതിന് മുന്നേ അറിഞ്ഞായിരുന്നു ഇങ്ങനെ ഇതില്ലാന്നുള്ളത്. പക്ഷെ നീല് പോകുന്നുണ്ടാവില്ല. പൂവള്ളി ഇന്ദുചൂട ഇറങ്ങിയോ? എടാ T47 KV കയറി എല്ലാവരും ഇറങ്ങിയെന്ന് പറയുമ്പോൾ പിന്നെ പൂവള്ളി ഇന്ദുചൂട എന്ന് പറയണോ? എല്ലാവരും ഇറങ്ങി, ഒസാക്ക ഒഴിച്ച്. റിവെഞ്ചിന്റെ കേസ് പറഞ്ഞുതരാം. ഇപ്പൊ ഇത്രയും പേര് പറഞ്ഞുതരാം. റിവെഞ്ചിന്റെ കേസ് ഹോക്കി ഇപ്പോൾ റീസെന്റ് 1-2 ദിവസം മുന്നിട്ട് അവൻ വാല വിളിക്കുന്ന സമയത്ത് അവനോട് സംസാരിച്ചിരുന്നു റിവെഞ്ചിന്റെ അടുത്ത്. അതായത് ഇപ്പോഴല്ല, ഈ സംഭവം അറിയുന്നതിനൊക്കെ മുന്നേ തന്നെ റിവെഞ്ചിനോട് സംസാരിച്ചിരുന്നു. അങ്ങനെ അവൻ നല്ല ഗൺ പവർ ഉള്ള പ്ലെയർ ആണ് റിവെഞ്ച്. അപ്പോൾ അവനോട് സംസാരിച്ചു. അപ്പോൾ അവനത് RP എല്ലാം അടുത്ത് എന്നുള്ളതിലാണ്. അതായത് അവൻ പുറത്ത് ജർമ്മനും കാര്യങ്ങളും പുറത്ത് പോകാൻ അബ്രോഡ് പോകാൻ വേണ്ടിയിട്ട് ബാക്കി ജർമ്മനും അങ്ങനത്തെ ഒക്കെ പഠിക്കുകയാണ്. അപ്പോൾ അവൻ RP കാര്യങ്ങളൊക്കെ മടുത്ത്. അപ്പോൾ അതുകൊണ്ട് അവന് ഇനി RP ഒന്നും ഉണ്ടാവില്ല. ഇടയ്ക്ക് പ്ലേയിലൊക്കെ ഒന്ന് വന്ന് വേല കളിക്കുന്നു മാത്രമേ ഉള്ളൂ പറയുന്നത്. സോ റിവെഞ്ചും വരുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ റിവെഞ്ചിനെയും പ്രതീക്ഷിക്കേണ്ടവനൊന്നും തിരിച്ചുണ്ടാവില്ല. കടുവ ഉണ്ടായിരുന്നെങ്കിൽ വേറെ ആരും വേണ്ട. കടുവൊന്നുമില്ല. കടുവൊക്കെ ഫാമിലി പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാണ്. റിയോന്റെ കേസ് ഞാൻ ചോദിച്ചിട്ട് പറയാം. റിയോന്റെ കേസ് എനിക്ക് അപ്ഡേറ്റ് അറിയില്ല. ഞാൻ ചോദിച്ചിട്ട് പറയാം എന്താ അവസ്ഥ ഉള്ളത്. മുട്ട തിരിച്ചു വരുമോ? മുട്ട അറിയില്ലടാ. മുട്ട ഇടക്ക് സിറ്റി വരുന്നുണ്ട്. വരുമില്ലേന്ന് എനിക്ക് അറിഞ്ഞൂടാ. സത്യം പറഞ്ഞാൽ മുട്ട അമ്മായി ഇവരൊക്കെ വന്നാൽ മതി. വേറെ ആരും വേണ്ട അല്ലേ? വേറെ ആരും വേണം? നമ്മൾ പണ്ട് KV എന്ന് പറയുന്നത് ഒരു ഗൺ പവർ ഗ്യാങ് ആയിരുന്നില്ല. മറിച്ച് KV ടീം തമ്മിലുള്ള ഒരു സിങ്ക് ഉണ്ട്. ആ ഒരു സിങ്ക് വെച്ചിട്ടാണ് നമ്മള് അടിച്ചിട്ടായിരുന്നത്. അതായത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ അലിച്ചൊക്കെ ഈവൻ ഇപ്പോൾ ലാസ്റ്റ് നമ്മളെ Z30 ആയിട്ടുള്ള വാറിൽ ഇത്രയും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഗൺ പവർ ഉള്ള പ്ലേയേഴ്സ് ഉണ്ടായിട്ട് വരെ നമ്മുടെ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ തോറ്റു. അതായത് ഫ്ലോലെസ് അടിച്ച സെയിം ഗാങ്ങിനത്തിന്റെ കയ്യിൽ തന്നെ നമ്മൾ തോറ്റു നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട്. സോ ഗൺ പവർ മാത്രമല്ല അവിടെ ഇത് വരുന്നത്, ലൈക്ക് ഒരു ഫാക്ടർ വരുന്നത്. അവിടെ അതിനപ്പുറം ഒരുമിച്ചുള്ള ഒരു ടീം സിങ്ക്, ഒരു കോംബോ, ഇതെല്ലാം അവിടെ ഉണ്ട്. സോ നമുക്ക് ഒരിക്കലും ഒരു ഗ്യാങ്ങിനെ ഗൺ പവറിന്റെ ബേസിൽ മാത്രമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഗൺ പവറും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിന് വേണ്ട സംഭവങ്ങൾ നമ്മൾ ചെയ്യും ഗൈസ്. ഡോണ്ട് വറി.
എന്നിട്ട് ഹലോ കേൾക്കണോ? അവിടെ കേൾക്കാം പറഞ്ഞു. എന്നുവെച്ചാൽ ഞാനിപ്പോ ഈ ചാറ്റിൽ കുറെ ഇങ്ങനെ ഹെയ്റ്റ് കണ്ട്, പിന്നെ എന്നെ കുറച്ച് ഭയങ്കര ഇതാക്കിയിട്ടുള്ള സംഭവമൊക്കെ കണ്ട്. അപ്പൊ ഞാൻ പറയാന്ന് വെച്ചെങ്കിൽ നമ്മള് എല്ലാരും ഒന്നിച്ച് കളിക്കണം എന്നുള്ള ഒരു ഇത് കൊണ്ടാണ് ഇവിടെ കയറിയത് തന്നെ. അപ്പൊ നമുക്ക് കയറിയപ്പോ വേറെ തോട്ടായിരുന്നു, പക്ഷേ ഇവിടെ കളിച്ചു തുടങ്ങിയപ്പോ മനസ്സിലായി ഇവരൊക്കെ അത്രയ്ക്ക് നൈസ് ആയിട്ടുള്ള ആൾക്കാരെന്ന് മനസ്സിലായി. അപ്പൊ ഈ ഇറങ്ങുന്നതുകൊണ്ട് എല്ലാവർക്കും വിഷമൊക്കെ ഉണ്ട്. ആരും നല്ലൊരു മൈൻഡ്, അതാണ് ഈ ഡബിൾ മൈൻഡഡ് എന്നുള്ള ഒരു സീനേ ഇതാണ്. എന്ന് വെച്ചാൽ ഇവിടത്തേക്ക് ഒരു കമ്മിറ്റ്മെന്റ് എന്തായാലും എല്ലാവർക്കും ഒന്ന് വന്നുപോയി. പിന്നെ അതിനെക്കാട്ടി മുകളിൽ ഇവർക്ക് ഇത്രയും വർഷമായിട്ട് കളിച്ചിരുന്ന ATX T47 ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ, അതവർക്ക് കുറച്ചും കൂടെ ഒരു അവർ കുറച്ചും കൂടെ അത് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഇറങ്ങുന്നത്. അല്ലാണ്ട് ഇവിടുത്തെ ആർക്കും ഹേറ്റ് ഉള്ളതുകൊണ്ടോ അല്ലാണ്ട് മെമ്പേഴ്സിനോട് ഹേറ്റ് ഉള്ളതുകൊണ്ടോ അല്ല. ഇപ്പൊ എൻ്റെ ഒരു കേസ് ആണെങ്കിൽ ഞാനിപ്പോ എക്സാംസും കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബിസി ആയതുകൊണ്ടാണ്, അല്ലാണ്ട് ഞാൻ മാത്രമായിട്ട് ഇങ്ങനെ ഇതാക്കുന്നതല്ല. അപ്പൊ എന്നെ മാത്രം ഒരു ഇതാക്കിയിട്ട് ബാക്കിയുള്ളവർ ഇതാക്കി പറയുന്ന പോലെ എനിക്ക് ഇങ്ങനെ തോന്നി. ലൈക്ക് എൻ്റെ ഒരു വ്യൂ ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞ വെച്ചാൽ ഞാൻ മാത്രം പുണ്യാളൻ, ബാക്കി എല്ലാവരും വേറെ രീതിക്ക്. അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഇപ്പോഴൊന്നും RP കളിക്കാൻ താല്പര്യമില്ല, അത്രേ ഉള്ളൂ. ഇതിപ്പോ എനിക്ക് അവരെ സർക്കിൾ തന്നെയാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവര് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ കാരണം ഞാൻ തുടങ്ങിയിട്ട് ഒരു എന്നെ ഒരു ലെവലില് ആയത് എന്തായാലും ATX തന്നെയാണ്, T47. അപ്പൊ എനിക്കിത് പറയണം തോന്നി. കാരണം KVയോട് ഹേറ്റ് ഇല്ല എനിക്ക്, ഇപ്പൊ ആരോടും ഹേറ്റ് ഒന്നും ഇല്ല. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റൂല. എടാ മനസ്സിലായി. എടാ ബാക്കി ആരെങ്കിലും പറയണ്ടടാ? ഖാലിദ് എനിക്ക് നല്ല വിഷമമുണ്ട്. എല്ലാരായിട്ട് സെറ്റായി വരുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരുടെ കൂടെ ബാക്കി പണ്ട് ഇത്ര നാള് വർഷങ്ങളായിട്ട് കമ്പനി ഉള്ളവരുടെ കൂടെ കളിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ധാരണ മാത്രം ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ എല്ലാവരായിട്ട് സെറ്റായി വന്നു, എല്ലാവരായിട്ട് കമ്പനിയൊക്കെ ആയിട്ട് വന്നായിരുന്നു. ഇത്ര പറയാനുള്ളത്. ഇപ്പൊ എത്ര ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയില്ല, അത്ര തന്നെ. പക്ഷെ കാരണം 1-2 വർഷം, ഇവരിപ്പോ 2-3 വർഷം എന്താ ഈ എടുക്കുന്ന ആൾക്കാരൊക്കെ അവിടെ കളിക്കുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു സർക്കിളിലാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ, അത്രേ ഉള്ളൂ. ഇപ്പൊ എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല, ചിലപ്പോ മനസ്സിലാക്കിയവർക്ക് താങ്ക്സ്, അത്ര തന്നെ. പറയല്ലോ. വേറൊന്നുമില്ല. ഇല്ല എടാ ഇല്ല വേറെ എനിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? പെയിന് പറയണ്ടോടാ? എന്താ പറയണ്ടേന്ന് അറിയില്ല. അതില് ഇതായിരുന്നു സഖിക്ക് ജസ്റ്റ് ഇങ്ങനെ ഇത് പറയണമെന്നുണ്ടായിരുന്നു. സീനില്ലടാ. അപ്പൊ പക്ഷെ അത് നമ്മളെ സൈഡ് അറിയില്ല എന്നുള്ളൊരു, അവർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവല്ലോ നമ്മളെ സൈഡ് നമ്മൾക്ക് എന്താ പറയാനുള്ളതെന്ന്. അപ്പൊ അതൊന്ന് പറയണമെന്ന് വിചാരിച്ചു. ചില ആൾക്കാർക്ക് നല്ല വിഷമം ഉണ്ടാവുന്ന എനിക്കറിയാം, കാണുന്ന വ്യൂവേഴ്സിന് അത് മനസ്സിലാവും. ഇത് ഇവരെ സൈഡും കൂടെ നോക്കണ്ടേ എന്നുള്ള രീതിക്ക് അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം ഇവർ അത്രയും വർഷമായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവർക്കൊരു എന്തായാലും മനസ്സിലുണ്ടാവുമല്ലോ ഒന്നിച്ച് തന്നെ വേണമെന്ന്. വേറെ ഒന്നുമില്ല, ബാക്കി ആരോടും ഹേറ്റ് ഒന്നും ഇല്ല. KV കയറുന്നതിന് മുമ്പ് KVയോട് നമുക്കറിയാലോ മുമ്പ് കുറെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കയറി കഴിഞ്ഞിട്ട് ഇവർ ഇത്രയും നൈസാന്ന് നമുക്ക് മനസ്സിലായി. അതിന്റെ ഒരു വിഷമം തന്നെയായിരുന്നു ഇറങ്ങുന്ന ടൈമിൽ, വേറെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഓക്കെ സെറ്റ്. ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.